എല്ലാവർക്കും ജീനിക്കാസിൻ്റെ ബസ്സുകളിലേക്ക് സാധനം നമ്മളിപ്പോൾ തൃശ്ശൂർ പുതിയതായിട്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു ഷോപ്പാണ്. ബസ്സിൻ്റെ എല്ലാവിധ സാധനങ്ങളും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ലൈറ്റുകളാണ്, പുതിയ ടൈപ്പ് ലൈറ്റുകളാണെങ്കിൽ, അതുപോലെ തന്നെ ബോഡി പാർട്സുകളാണെങ്കിലും, അങ്ങനെയുള്ള വീൽ കപ്പ്, ലിപ്പ്, വീലാർച്ച്, ഹെയ്റ്റഡ്, അങ്ങനെ ബസ്സുകൾക്ക്, ട്രാവലറിന് ഒക്കെ ആവശ്യമായ എല്ലാ സാധനങ്ങളും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഷോപ്പിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ കടയൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എടുത്ത കുറച്ച് വിഷ്വൽസാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ വീഡിയോ ഒക്കെ നമ്മൾ ഉദ്ഘാടനത്തിന് ശേഷം നമ്മുടെ പേജിൽ, അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമുക്കറിയാം, കേരളത്തിലേക്ക് ഇന്ന് ഒരുപാട് വെറൈറ്റി വണ്ടികൾ വരുന്നുണ്ട്. അതൊക്കെ നമ്മുടെ മറ്റ് സ്റ്റേറ്റുകളിൽ നിർമ്മിക്കുന്ന വണ്ടികളാണ് നമ്മുടെ കൂടുതലും കേരളത്തിൽ വരുന്നത്. ഇപ്പോൾ ടൂറിസ്റ്റ് ബസ്സാണെങ്കിലും റൂട്ട് ബസ്സാണെങ്കിലും ഒരുപാട് വണ്ടികൾ വരുന്നത്, പുതിയ മോഡലുകൾ വരുന്നതൊക്കെ പുറത്ത് നിർമ്മിക്കുന്ന വണ്ടികളാണ്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് വെറൈറ്റി ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേരുന്ന ഒരുപാട് കാലതാമസം എടുത്തിട്ടാണ്. അങ്ങനെയുള്ള വെറൈറ്റി ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഈ കേരളത്തിലുള്ള കസ്റ്റമേഴ്സിന് എത്തിക്കാനും അങ്ങനെയുള്ള സംവിധാനത്തോടെയാണ് നമ്മുടെ ഇപ്പോൾ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ വീൽ കപ്പാണെങ്കിലും, ലിപ്പാണെങ്കിലും, അതുപോലെ പുതിയ ഫ്രണ്ടുകളാണെങ്കിലും, ബൈക്ക്, ടൂറിസ്റ്റ് ബസ്സിൻ്റെ പ്രകാശ് മോഡലാണെങ്കിലും, റൂട്ട് ബസ്സിൻ്റെ പല കമ്പനികൾ വരുന്നുണ്ട്, പല ബോഡി കമ്പനികൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പുതിയ കൗളുകൾ, അതിൻ്റെ ആവശ്യമായ സാധനങ്ങളൊക്കെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ വൈപ്പറുകളാണെങ്കിലും, വണ്ടിയുടെ ലോക്കുകളാണെങ്കിലും, വണ്ടിയിലെ ഹാൻഡിലുകൾ, അതുപോലെ ഉള്ളിൽ സീറ്റിൻ്റെ, ടൂറിസ്റ്റ് ബസ്സിൻ്റെ സീറ്റ് പാടുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും കൂട്ടിയിണക്കിയിട്ടുള്ളൊരു ഷോപ്പാണ് നമ്മുടെ പുതിയത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഫൈബർ കൊണ്ടുള്ള വീൽ കപ്പുകൾ, ലിപ്പ്, പുതിയ കൊമ്പുകൾ, അതുപോലെ ഫൈബർ ഫ്രണ്ടുകൾ, ഡാഷ്ബോർഡ്, അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ സ്വന്തം വർക്ക്ഷോപ്പിൽ നിർമ്മിക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 100% ക്വാളിറ്റിയിൽ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ പുതിയ മോഡലിൽ ലിപ്പുകളാണെങ്കിലും വീൽ കപ്പുകളാണെങ്കിലും ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മുടെ സ്വന്തം വർക്ക്ഷോപ്പിൽ നിർമ്മിച്ചിട്ട് നമ്മുടെ കടയിലൂടെ സെയിൽ ചെയ്യുന്നതാണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ വർക്ക്ഷോപ്പിൽ തന്നെ അത് പെയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കളറില്ലാണ്ടാണ്, വിത്തൗട്ട് ആണെങ്കിലും അങ്ങനെ ആണെങ്കിലും നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ടൂറിസ്റ്റ് ബസ്സിനാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ടൈപ്പ് കൊമ്പുകൾ വരുന്നുണ്ട്. ഇപ്പോൾ Z1 ഒരു ടൈപ്പാണ്, ഒരു ടൈപ്പ് കൊമ്പ് വരുന്നത്. അതുപോലെ തന്നെ വേഗ, വോൾവോ, അങ്ങനെ പല ടൈപ്പ് കൊമ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കൊമ്പുകളൊക്കെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ റൂട്ട് വണ്ടിക്കാണെങ്കിലും, അതുപോലെ തന്നെ മറ്റ് ട്രാവലർക്കാണെങ്കിലും അതുപോലെ തന്നെ ചെറുവണ്ടികൾക്കുള്ള വീൽ കപ്പുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലായിടത്തും വലിയ വണ്ടികളുടെ വീൽ കപ്പ് നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ചെറുവണ്ടിയുടെ വീൽ കപ്പുകൾ എല്ലായിടത്തും ഇല്ല. അങ്ങനെയുള്ള ചെറുതും വലുതുമായ എല്ലാവിധ വീൽ കപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഒക്കെ നമ്മുടെ വീൽ കപ്പ്, അങ്ങനെയുള്ള ഫൈബർ സാധനങ്ങളൊക്കെ നമ്മുടെ വർക്ക്ഷോപ്പിൽ നിർമ്മിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്നത് 100% ക്വാളിറ്റിയാണ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്ക് ഒരുപാട് താങ്ക്സ്. നമ്മുടെ ഒരുപാട് വണ്ടികൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് പണിതിറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും വണ്ടി നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പിൽ വരുന്നില്ല. അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെ ഓരോ ആവശ്യങ്ങളുണ്ടാകും. നമ്മുടെ ഇതുപോലെ വീൽ കപ്പുകൾ, ലിപ്പുകൾ, ഇപ്പോൾ ടോപ്പിൽ വെക്കുന്ന എയ്റ്റുകൾ, ഇതൊക്കെ ആവശ്യമുള്ളവരുണ്ടാകും. അതൊക്കെ നമുക്ക് നമ്മുടെ ഷോപ്പിലൂടെ സെയിൽ ചെയ്യുന്നതാണ്. നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ കണ്ണംകുളങ്ങര പള്ളിയുടെ സമീപമാണ്. അപ്പോൾ ഷോപ്പിൻ്റെ ഉദ്ഘാടനം, അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽ വീഡിയോകളൊക്കെ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെറിയൊരു വീഡിയോ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതുവരെ വീഡിയോ കണ്ടവർക്കെല്ലാം ഒരുപാട് താങ്ക്സ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.